ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 5 സോഷ്യൽ സയൻസിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ക്ലോത്തിങ് ത്രൂ ദ ഏജസ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒബ്സർവ് ദ പിക്ചർ ഹൗ ദീസ് ലിവിങ് ബീയിങ്സ് സർവൈവ് സിറ്റുവേഷൻസ് ലൈക്ക് എക്സ്ട്രീം ഹീറ്റ്, അൺബെയറബിൾ കോൾഡ് എറ്റ്സെട്ര. അപ്പോൾ നല്ല ചൂടും തണുപ്പും ഒക്കെ എങ്ങനെയാണ് ഈ ലിവിങ് ബീയിങ്സ് സർവൈവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ പറയാം. ഫർ ഓഫ് ഗോട്ട്, ഫെദേഴ്സ് ഓഫ് പാരറ്റ് ആൻഡ് ടോട്ടോയിസ് ഷെൽസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ലൈക്ക് എ ക്ലോത്തിങ് ഇൻ അൺഫേവറബിൾ വെതർ കണ്ടീഷൻ. അതായത് ഫർ എന്ന് പറയുന്നത് രോമങ്ങളാണ്. ഗോട്ടിൻ്റെ രോമങ്ങൾ, അതേപോലെ ഫെദേഴ്സ് അതായത് തത്തയുടെ തൂവലുകൾ, അതേപോലെ ടർട്ടിലിൻ്റെ പുറം നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ, ഒരു ഷെൽ ലൈക്ക് സ്ട്രക്ചറാണ്, നല്ല കട്ടിയുള്ളത്. അപ്പോൾ ഇതൊക്കെ അവർക്കൊരു ക്ലോത്തിങ്ങിൻ്റെ എഫക്റ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അവർ ഡ്രസ്സ് ധരിക്കുന്നില്ലല്ലോ, പക്ഷെ അവർക്ക് തണുപ്പ് വരുമ്പോൾ നല്ല അത് സർവൈവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ വേ ഇൻ വിച്ച് ഹ്യൂമൻ ഫേസ്ഡ് സച്ച് സിറ്റുവേഷൻസ്? ഇനി ഹ്യൂമൻ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഇതാക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ക്ലോത്തിങ് നീഡഡ് ഫോർ ഹ്യൂമൻസ് ഹാഡ് ടു ബി ഷേപ്ഡ് വിത്ത് ദ മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ നാച്ചർ. അപ്പോൾ നമ്മളിടുന്ന ഡ്രസ്സുകളെല്ലാം ഈ നാച്ചുറലുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മളിടുന്ന ഡ്രസ്സുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 പോയിന്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. വൂളൻ ജാക്കറ്റ്സ് ആൻഡ് ഡ്രസ്സസ് ആർ യൂസ് ടു പ്രൊട്ടക്റ്റ് ഫ്രം എക്സ്ട്രീം കോൾഡ്. അതൊരു പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, കോട്ടൺ ക്ലോത്ത്സ് ആൻഡ് ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ആർ യൂസ്ഡ് ഇൻ സമ്മേഴ്സ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി പറയാം. ന്യൂ ബോൺ ബേബീസ് ആർ ഡ്രസ്ഡ് അപ്പ് ടു മെയിൻറ്റെയിൻ ദെയർ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ കോട്ടൺ, ചൂടുള്ള കാലത്തൊക്കെ നമ്മൾ കോട്ടൺ ആണ് ധരിക്കുക. ഇനി നല്ല തണുപ്പ് വരുമ്പോൾ സമയത്ത് നമ്മൾ വൂളൻ ക്ലോത്ത്സ് ആണ് ധരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഭാഗം നോക്കാം. വാട്ട് ടൈപ്സ് ഓഫ് ക്ലോത്തിങ് ഡു പീപ്പിൾ യൂസ് ടുഡേ? പക്ഷെ ഇപ്പോൾ ഏത് ടൈപ്പ് ക്ലോത്ത്സ് ഒക്കെയാണ് പീപ്പിൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്, പീപ്പിൾ യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് കോട്ടൺ, ജൂട്ട്, വൂൾ, സിൽക്ക് എറ്റ്സെട്ര ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ കൾച്ചർ, ക്ലൈമറ്റ് കണ്ടീഷൻ, ഓക്യുപ്പേഷൻ ആൻഡ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത്, നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സ് ആയിരിക്കില്ല വീട്ടിൽ ധരിക്കുന്നത്. അപ്പോൾ പിന്നെ ഓരോ ജോലിക്കും ഓരോ തരം കോസ്റ്റ്യൂംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നവരുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണെങ്കിൽ കോട്ടൺ ആണ് യൂസ് ചെയ്യുക, തണുപ്പുണ്ടെങ്കിൽ നമ്മൾ വൂൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ കൾച്ചർ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാ അസുഖം വരികയാണെങ്കിൽ ആ ടൈപ്പിന് വേണ്ടി നമ്മൾ ആ രീതിക്കും ഡ്രസ്സ് ധരിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രസ് മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? ഡ്രസ്സ് എങ്ങനെയാണ്, നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നതൊക്കെ എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ് ആണ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, പിന്നെ മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ, പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്. നമ്മൾ ഈ ഡ്രസ്സ് ധരിക്കുമ്പോൾ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ധരിക്കും. നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും. അതുപോലെ ഈ ഇൻസെക്ട്സിൻ്റെ പ്രൊട്ടക്ഷൻ, നമ്മൾ ഈ കൊതുകൊക്കെ കടിക്കുന്നതൊക്കെ ഇല്ലാണ്ടാക്കാൻ പല ഡ്രസ്സ് ധരിക്കുമ്പോൾ നമുക്ക് പറ്റാറുണ്ട്. അപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ട പോയിന്റ്സ്, പ്രൊട്ടക്ഷൻ ഫ്രം ജേംസ് ആണ്, പിന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് പൊല്യൂട്ടൻസ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ UV റേസ് ഫ്രം സൺ, protects our skin from cuts and rashes, helps in identifying a specific occupation. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. The clothing we use has a long history. Let us see how we arrived at the design of diverse types ഓഫ് ക്ലോത്തിങ് ദാറ്റ് വി യൂസ് ടുഡേ. അപ്പോൾ ആ ഒരു ഫിഗർ നോക്കുമ്പോൾ കാണാം, നമ്മൾ ഇന്ന് ധരിക്കുന്ന ഡ്രസ്സല്ല നമ്മൾ പണ്ട് കാലത്തുള്ളവർ ധരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ഏർലി ഹ്യൂമൻ യൂസ്ഡ് ആസ് എ ക്ലോത്ത്? പണ്ടുള്ള കാലത്ത് ഏർലി ഹ്യൂമൻസ് എന്താണ് ഡ്രസ്സിന് വേണ്ടി ധരിച്ചിരുന്നത്, ക്ലോത്തായിട്ട് ധരിച്ചിരുന്നത്? ഒന്ന് കൊടുത്തിട്ടുണ്ട്, ബാക്ക് ഓഫ് ട്രീസ് ആണ്, നമ്മൾ ഈ മരത്തിൽ നിന്നൊക്കെ കിട്ടുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ പറയാം, സ്കിൻ ഓഫ് എനിമൽസ്. ആ ഒരു ഫിഗർ നോക്കുമ്പോൾ കാണാം അല്ലേ, ഈ പുലി
ബ്രീഡൊക്കെ എനിമൽസിൻ്റെ സ്കിന്ന് അവർ ഡ്രസ്സായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലീവ്സും പറയാം. ആ ഒരു ഫിഗറിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഭാഗം നോക്കാം. ഹ്യൂമൻസ് യൂസ്ഡ് ദ മെറ്റീരിയൽസ് ദേ ഗോട്ട് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് ക്ലോത്തിങ് വെൻ ദേ ലീവ്ഡ് ബൈ ഹണ്ടിങ്. ദേ യൂസ്ഡ് ഗ്രാസ്, ബർക്ക് ഓഫ് ട്രീസ്, മരവൂരി എന്ന് പറയും കേട്ടോ, ആൻഡ് ഹൈഡ് എനിമൽ സ്കിൻ ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഡ്രസ്സിന് വേണ്ടി അവർ യൂസ് ചെയ്തിരുന്നത് പണ്ട് കാലത്ത്. ഹോൺ ആൻഡ് ബോൺ ഓഫ് എനിമൽസ് വെർ യൂസ്ഡ് ആസ് നീഡിൽസ് ആൻഡ് ടൂൾസ് ടു മേക്ക് ക്ലോത്ത്സ്. അപ്പോൾ ഹോണും ബോൺസും എല്ലിലെ എനിമൽസിൻ്റെ എല്ലെല്ലാം യൂസ് ചെയ്ത് കൊമ്പുകളും യൂസ് ചെയ്തിരുന്നു. ഡ്യൂറിങ് ദ പീരീഡ് വെൻ പോളിഷ്ഡ് സ്റ്റോൺസ് വെർ യൂസ്ഡ് ആസ് വെപ്പൺസ്, സ്റ്റോൺ നീഡിൽസ് ഹെൽപ്പ് ടു സീ ക്ലോത്ത്സ്. അപ്പോൾ നമ്മൾ ഈ വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് പോളിഷ്ഡ് സ്റ്റോൺസ് ആണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റോൺ നീഡിൽ എന്തായിട്ട് അവർ യൂസ് ചെയ്യുക, ഈ തുണികൾ നെയ്തെടുക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്തു. ദേ ആൾസോ മെയ്ഡ് ക്ലോത്ത്സ് ബൈ ക്ലീനിങ് ആൻഡ് സോഫ്റ്റനിങ് എനിമൽ സ്കിൻ ആൻഡ് ഫർ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത്സ് ബൈ ഏർലി ഹ്യൂമൻ വാസ് നോട്ട് ലൈക്ക് ദാറ്റ് ഓഫ് ടുഡേ. വാട്ട് കുഡ് ബി ദ റീസൺ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ആയിരുന്നില്ല അന്ന് ഡ്രസ്സുകളെല്ലാം ഉണ്ടാക്കിയെടുത്തിരുന്നതെന്ന്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി ഇൻ ക്ലോത്തിങ് മാനുഫാക്ചറിങ്. അതായത് ഇന്ന് ഉണ്ടാക്കണ പോലത്തെ ഫാക്ടറീസ് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഇല്ല, ലേബേഴ്സ് ഒന്നും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് അന്ന് അവർക്ക് അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഇഷ്യൂസ്. ഓക്കെ, അടുത്തത് weaving ആണ്. In the early days, fibers collected from the surroundings were used for making clothes. പണ്ട് കാലത്ത് ഫൈബേഴ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് ക്ലോത്ത്സ് ആക്കുമായിരുന്നു. ഫൈബേഴ്സ് were combined and spun to make a long yarns. Weaving is the technique of making cloth with these yarns. അപ്പോൾ നെയ്തെടുക്കാന്ന് പറയും ക്ലോത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്ലോത്തിങ് ഇൻ ദ ഇൻഡസ് വാല്യൂ. അപ്പോൾ ഇൻഡസ് വാല്യൂലെ ക്ലോത്തിങ്ങിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. The Indus Valley was an ancient river valley civilization that existed in the northwestern part of India. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലുള്ള ഒരു സിവിലൈസേഷൻ ആണല്ലേ, അതൊരു പുഴയാണ് ഇൻഡസ് വാലി എന്ന് പറയുന്നത്. ഫ്രം ദ അവൈലബിൾ എവിഡൻസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി മെയ്ഡ് ക്ലോത്തിങ് ഫ്രം കോട്ടൺ ആൻഡ് വൂള്. അപ്പോൾ അന്ന് ക്ലോത്ത് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് എന്തുകൊണ്ടാണ്? കോട്ടനും വൂളും കൊണ്ടാണ്. ദ ഡ്രസ്ഡ് സ്റ്റാച്യു excavated from the reflect the clothing style of the people. അപ്പോൾ ആ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സ്റ്റൈലിലാണ് അവർ ഡ്രസ്സ് ചെയ്തിരുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് കോട്ടൺ വാസ് ട്രേഡഡ് ഫ്രം ഹിയർ ടു അതർ റീജിയൻസ്. അപ്പോൾ അന്നത്തെ കാലത്ത് അവിടെ നിന്നാണ് വേറെയുള്ള സ്ഥലത്തേക്ക് കോട്ടൺ എത്തിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രാജുവലി ദ ടെക്നിക് ഓഫ് വേവിങ് ബിക്കം മോർ ഡെവലപ്ഡ്. അപ്പം നെയ്തെടുക്കുന്ന ഒരു ടെക്നിക്ക് കുറച്ചും കൂടി വലുതായി. ഇൻ ദ ഏർലി ഡേയ്സ് ക്ലോത്ത്സ് വെർ മെയ്ഡ് ബൈ ഹാൻഡ് യൂസിങ് യാൺസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട്. പണ്ട് കൈ കൊണ്ടാണ് നെയ്തെടുത്തിരുന്നത്. ദേ റിയലൈസ് ദാറ്റ് ക്ലോത്ത്സ് വൂവൺ ഫ്രം യാൺസ് വെർ ബെറ്റർ ദാൻ എനിമൽ സ്കിൻ. അപ്പോൾ അന്ന് അവർക്ക് മനസ്സിലായി എനിമൽ സ്കിന്ന് ധരിക്കുന്നേക്കാൾ നല്ലത് ഇതുപോലെ കോട്ടണിന്നോ ജൂട്ടിന്നൊക്കെ എടുക്കുന്ന ക്ലോത്ത്സ് ആണെന്ന്. This led to spread of woven clothes. The method of making cloth using wooden looms was developed later. The increase in the need of clothing led to the invention of weaving equipment. അപ്പോൾ നമുക്ക് ക്ലോത്ത് അത്യാവശ്യമാണെന്ന് അറിയാം. അത് മനസ്സിലാക്കിയതോടുകൂടി വേവിങ് എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യങ്ങളും കൂടി എന്നാണ് പറയുന്നത്. This helped to increase the speed of weaving. Handloom clothes are clothes woven on handloom using yarns. അപ്പോൾ യാൺസ് ഉപയോഗിച്ചിട്ട് എന്ത് നെയ്തെടുക്കുന്നതാണ് ഹാൻഡ്ലൂം ക്ലോത്ത്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പണ്ട് കാലത്തുള്ള സ്പിന്നിങ് മെഷീൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡ്ലൂമും ആണ് ആ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം വാസ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. ക്ലോത്ത് were colored with a dye made from indigo plant. The technique of weaving became more popular over the years. അപ്പോൾ ഹാൻഡ്ലൂം ടെക്നിക്ക് വന്നതോടുകൂടി ക്ലോത്തിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അതേപോലെ ക്ലോത്ത്സിന് കളേഴ്സ് കൊടുക്കാനായിട്ട് നമ്മൾ ഡൈസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് ഇൻഡിഗോ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അടിയിൽ കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ്, ഒരു പഞ്ഞി പോലെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ് മെറ്റീരിയൽ ആക്കുന്നത്. കോട്ടൺ ഈസ് യൂസ് ടു മേക്ക് ക്ലോത്തിങ് ഓൾ ഓവർ ദി വേൾഡ്. കോട്ടൺ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടൺ പ്ലാന്റ് ഈസ് കൺവേർട്ടഡ് ടു യാൺസ് ആൻഡ് യൂസ് ടു മേക്ക് ക്ലോത്ത്
clothing. Cotton has been cultivated in India since ancient times. അപ്പോൾ നമ്മൾ കോട്ടൺ എന്താണ്, ഒരു കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് കളക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം കാണുന്ന ഫിഗർ പോലെയാണ് നമുക്ക് കാണുന്നത്. പിന്നെ അത് നമ്മൾ ഇന്ത്യയിൽ നല്ലപോലെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കോട്ടൺ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, യാൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ക്ലോത്തിങ്ങിലേക്ക് വരുന്നത്. നെക്സ്റ്റ് ജൂട്ടാണ്. അപ്പോൾ ജൂട്ട് എന്ന് പറയുന്നത്, ജൂട്ട് ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജൂട്ട് പ്ലാന്റിൽ നിന്നാണ്. ആ പ്ലാന്റിൻ്റെ ഫിഗറാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ജൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി പ്ലാന്റ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫൈബർ. ജൂട്ട് എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ ഫൈബറാണ്. മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ജൂട്ട് കൾട്ടിവേഷൻ ഈസ് ഓൺ ദ ഫെർട്ടൈൽ ബാങ്ക്സ് ഓഫ് ദ റിവർ ഗംഗാസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജൂട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ജൂട്ട് വേർ ടേക്കൺ ഫ്രം ഇന്ത്യ ബൈ ഫോറിനേഴ്സ് ഫോർ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ കുറേ ഫോറിനേഴ്സൊക്കെ ഇന്ത്യയിൽ നിന്ന് ജൂട്ട് കളക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇൻഡിഗോ ആണ്. ആ ഇൻഡിഗോ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ആ പ്ലാന്റിൻ്റെ ഫിഗറാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇൻ ദ ഏർലി ഡേയ്സ് എ ഡൈ മെയ്ഡ് ഫ്രം ദ ഇൻഡിഗോ പ്ലാന്റ് ആസ് യൂസ് ടു കളർ ക്ലോത്ത്സ്. ലേറ്റർ വേരിയസ് പിഗ്മെന്റ് വെർ മിക്സഡ് വിത്ത് ഇൻഡിഗോ ടു മേക്ക് ഡിഫറെൻറ്റ് കളേഴ്സ്. പണ്ട് ഈ ഒരു കളറാണ് യൂസ് ചെയ്തിരുന്നത്, പക്ഷേ ഇപ്പോഴൊക്കെ പല കളേഴ്സും മിക്സ് ചെയ്തിട്ട് നമ്മൾ വേരിയസ് കളേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ദർ ആർ മെനി ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് ഇൻ കേരള ടു. ബാലരാമപുരം ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, കുത്താമ്പുള്ളി ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആൻഡ് കണ്ണൂർ ആർ മേജർ ഹാൻഡ്ലൂം സെൻറ്റേഴ്സ്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് ഉണ്ട്. മേജർ ആയിട്ടുള്ള ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് ആണ് തിരുവനന്തപുരത്തുള്ള ബാലരാമപുരം, പിന്നെ നമ്മളെ കുത്താമ്പുള്ളി തൃശ്ശൂരിലുള്ളത്, കണ്ണൂരും ഉണ്ട് അതുപോലെ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഹാൻഡ്ലൂം ക്ലോത്തിങ്ങിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ദ പ്രോഗ്രസ് ഇൻ സയൻസ് ഹാസ് ലെഡ് ടു ദ ഇൻവെൻഷൻ of new machines in the field of cloth manufacturing. The spinning jenny seen in the picture is one such a machine. അപ്പോൾ ആ ഒരു മെഷീൻ കണ്ടോ, സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്. സ്പിന്നിങ് ജെന്നി വാസ് ഇൻവെൻറ്റഡ് ബൈ ജെയിംസ് ഹാർഗ്രീവ്സ്. The handmade yarn produced was not enough to meet the demand of textile industry at that time. The invention of the spinning jenny accelerated the production of yarn എന്ന് പറയുന്നത്. അപ്പോൾ yarn പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സ്പിന്നിങ് ജെന്നി വന്നതോടുകൂടി കൂടി. The rise in population increase the demand for clothing. അതായത് പോപ്പുലേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ കൂടുമ്പോൾ അവർക്കൊക്കെ ഡ്രസ്സുകൾ വേണം. അപ്പോൾ നമ്മൾ ക്ലോത്തിങ്ങിൻ്റെ ഡിമാൻഡ് കൂടി എന്നാണ് പറയുന്നത്. ന്യൂ മെഷീൻസ് ബിക്കം എ പാർട്ട് ഓഫ് വേവിങ്. പുതിയ മെഷീൻസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇറ്റ് റെഡ്യൂസ് ദ ഹ്യൂമൺ എഫേർട്ട്. അപ്പോൾ മെഷീൻസ് വന്നതോടുകൂടി തന്നെ ഹ്യൂമൻസിന് അധികം പണിയെടുക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ദ ഹാൻഡ്ലൂം വാസ് ലേറ്റർ റീപ്ലേസ്ഡ് ബൈ എ പവർ ലൂം. ഹാൻഡ്ലൂം പിന്നെ എന്താക്കി ചേഞ്ച് ചെയ്തു, പവർ ലൂമായിട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പവർ ലൂം എന്താണെന്ന് നോക്കാം. Power loom was invented by Edmund Cartwright. The power loom is operated either with the help of electricity or some other energy source. കറൻറ്റിലാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എനർജി സോഴ്സ് യൂസ് ചെയ്യും. എ പവർ ലൂം ക്യാൻ പ്രൊഡ്യൂസ് മോർ ക്ലോത്ത് മച്ച് ഫാസ്റ്റർ ദൻ എ ഹാൻഡ് ലൂം. അപ്പോൾ ഒരു ഹാൻഡ് ലൂമിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡായിട്ടും കൂടുതലായിട്ടും പവർ ലൂമിൽ ഉണ്ടാക്കിയെടുക്കാം. അധികം ഹ്യൂമൻ ലേബറിൻ്റെ ആവശ്യം വരുന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ മെക്കാനിസ്ഡ് ക്ലോത്ത് മാനുഫാക്ചറിങ്. അപ്പോൾ കണ്ടോ, ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പിക്ചറാണ്, ഒരു ഫാക്ടറി ആയിരിക്കാം അത് കൊടുത്തിട്ടുള്ളത്. ദ യൂറോപ്പിയൻസ് ട്രാവൽ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ സെർച്ച് ഓഫ് മാർക്കറ്റ് ടു സെൽ ദ ക്ലോത്ത്സ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് മെക്കാനൈസേഷൻ. അപ്പോൾ ഈ യൂറോപ്യൻസ് പല രാജ്യത്തും സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആസ് എ പാർട്ട് ഓഫ് ദേ റീച്ച്ഡ് ഇന്ത്യ ആൾസോ. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യയിലും വന്നു. ദേ ടുക്ക് ദ റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫ്രം ഇന്ത്യ to Europe. Clothes they produced there with the help of machines were sold in India. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവിടുന്ന് ഒരുപാട് ക്ലോത്ത് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ദ യൂറോപ്യൻസ് എന്ന് പറഞ്ഞ ഭാഗം നോക്കാം. യൂറോപ്പ് ഈസ് വൺ ഓഫ് ദ 7 കോണ്ടിനെൻറ്റ്സ്. ദ പീപ്പിൾ ഓഫ് ദിസ് കോണ്ടിനെൻറ്റ് ആർ കോൾഡ് യൂറോപ്യൻസ്. അപ്പോൾ 7 കോണ്ടിനെൻറ്റിൽ ഒന്നാണ് ആര്, യൂറോപ്യൻസ്. അവിടെയുള്ള ആൾക്കാരെ പറയുന്നതാണ് യൂറോപ്യൻസ് എന്ന്. അപ്പോൾ ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച് കെയിം ടു ഇന്ത്യ ഫ്രം യൂറോപ്പ് ഫോർ ട്രേഡ്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. ദ കോളനൈസ്ഡ് ഇന്ത്യ ആൻഡ് ടുക്ക് ദ റോ മെറ്റീരിയൽസ് ഫ്രം ഹിയർ to their lands. Among them the English colonized India for the longest period. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ക്ലോത്തിങ് മെറ്റീരിയൽസ് ഒക്കെ അവർ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. The changes in society also
had a significant impact on cloth manufacturing. The increase in demand for clothing led to the development of more advanced weaving machines. അപ്പം നമ്മൾ ക്ലോത്തിങ് ഡിമാൻഡ് കൂടിയപ്പോൾ വേവിങ് മെഷീൻസും ഉണ്ടാക്കുന്നത് കൂടി, അതിലേക്ക് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ട് വേവിങ് മെഷീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. Produced increased with the help of machines. Cloth with better quality and variety reached more people. പണ്ടുള്ളതിനൊക്കെ കൂടുതൽ വെറൈറ്റി ഡിസൈൻസിലും വെറൈറ്റി ആയിട്ടുള്ള ക്ലോത്ത്സും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ തുടങ്ങി. ആർട്ടിഫിഷ്യൽ ഡൈസ് ബിഗാൻ ടു ബി യൂസ്ഡ് ടു കളർ ക്ലോത്ത്സ്. അപ്പോൾ പല കളേഴ്സും നമുക്ക് ഡ്രസ്സ് അവൈലബിൾ ആണ്, അതിനുവേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യൽ ഡൈസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഡൈസ് എന്തിനാ? കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ നോക്കുക, വെറൈറ്റി ഓഫ് ക്ലോത്തിങ് ആൻഡ് ക്ലോത്ത്സ് കണ്ടോ, പല ടൈപ്പിൽ പല ഡിസൈനിൽ പല കളറിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാൻ തുടങ്ങി. The color varieties found in most of our clothing we used today were made by mixing these type of dyes. ഈ ടൈപ്പ് ഓഫ് ഡൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പല കളർ ഡ്രസ്സും ധരിക്കുന്നതെന്നാണ് പറയുന്നത്. നോട്ടീസ് ദ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ടെക്സ്റ്റൈൽ ഫീൽഡ് വെൻ ദ മെഷീൻ ബിഗാൻ ടു ബി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ക്ലോത്ത്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മെഷീൻസ് ഉണ്ടാക്കിയെടുത്തപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് നമുക്ക് വന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ് ആണ്, പിന്നെ റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ. അപ്പോൾ ക്ലോത്ത്സ് കുറേ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, പിന്നെ നമുക്ക് അധികം പണിക്കാരെ ആവശ്യമില്ല അല്ലേ, അപ്പോൾ ഹ്യൂമൻ ലേബറിനെ കുറച്ചു. പിന്നെ ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്, പിന്നെ ക്വാളിറ്റി ക്ലോത്തിങ്, നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തിങ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, പല സ്ഥലത്തും നമ്മൾ ഈ ക്ലോത്തിങ് വളരാൻ തുടങ്ങി. എക്സ്ട്രാ ആയിട്ട് കൊടുക്കാം. ലെസ് ഡിമാൻഡ് ഫോർ ട്രഡീഷണൽ ഹാൻഡ്ലൂം ബേസ്ഡ് ക്ലോത്തിങ്. നമ്മൾ പവർലൂമിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഹാൻഡ്ലൂം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇത് കുറഞ്ഞു, അതിൻ്റെ ആവശ്യം കുറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ ലെസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രഡീഷണൽ ഹാൻഡ്ലൂം ക്ലോത്ത് മാനുഫാക്ചേഴ്സ്. അതുകൊണ്ട് തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറഞ്ഞു, അവസരങ്ങളൊക്കെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റോ മെറ്റീരിയൽസ്, ഇത്രയും പോയിന്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ബോത്ത് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബർ ആർ യൂസ്ഡ് ടു മാനുഫാക്ചർ ക്ലോത്ത്സ്. നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. നാച്ചുറൽ ഫൈബേഴ്സ് എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? എനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ദ ഡിസ്കവറി ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ലെഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ് ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ആൻഡ് ക്വാളിറ്റീസ്. ഇപ്പോൾ ഇതുപോലെ സിന്തറ്റിക് ഫൈബേഴ്സ് വന്നതോടുകൂടി പല ഡിസൈനിൽ നമ്മൾ ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പല ടെക്സ്ചേഴ്സിൽ എടുക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. The use of synthetic fibers such as polyester, nylon helped to making clothing for more durable and cost effective. അപ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പോളിസ്റ്ററും നൈലോണും. അപ്പോൾ അത്ര കുറച്ച് പൈസ കുറവാണ്, അപ്പോൾ അതുപോലെ കൂടുതൽ കാലം ഡ്യൂറബിളും ആണ്, നിൽക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ഫൈബേഴ്സ് എവിടെ നിന്നൊക്കെ എടുക്കുക? എനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നാണ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഫ്രം എനിമൽസ്, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് വൂൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷീപ്പ് ആൻഡ് സിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സിൽക്ക് വെം. അതായത് ഷീപ്പിൽ നിന്ന് എടുക്കുന്നതാണ് നമ്മുടെ വൂൾ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ. അതേപോലെ സിൽക്ക് എടുക്കുന്നത് ഏതാ? സിൽക്ക് പട്ടുനൂൽ പുഴു എന്ന് പറയൂല്ലേ. നെക്സ്റ്റ് ഫ്രം പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ എന്തൊക്കെ എടുക്കുന്നത്? കോട്ടൺ ആൻഡ് ജൂട്ട് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട് പ്ലാന്റ്സ് റെസ്പെക്റ്റീവ്ലി. ഓൾറെഡി പറഞ്ഞു, കോട്ടൺ കളക്ട് ചെയ്യുന്നത് കോട്ടൺ പ്ലാന്റിൽ നിന്നാണ്, അതേപോലെ ജൂട്ട് കളക്ട് ചെയ്യുന്നത് ജൂട്ട് പ്ലാന്റ് നിന്നാണ്. അടുത്ത് സിന്തറ്റിക് ഫൈബേഴ്സ് ആണ്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം chemicals such as petroleum. Synthetic fibers are generally less expensive to produce clothes than natural fibers. അപ്പോൾ എന്താണ്? അധികം പൈസ ഇല്ല നാച്ചുറൽ ഫൈബേഴ്സിൻ്റെ അത്ര. അത് ഉണ്ടാക്കിയെടുക്കുന്നത് കെമിക്കൽസ് സച്ച് ആസ് പെട്രോളിയത്തിൽ നിന്നാണ്. ഓക്കെ, it also has the advantages of not wrinkling quickly. പെട്ടെന്ന് ചുളിയൊന്നുമില്ല ഈ സിന്തറ്റിക് ഫൈബേഴ്സ്. അതിന് എക്സാമ്പിൾ പോളിസ്റ്റർ, നൈലോൺ, റയോൺ എക്സെട്ര ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. വൂൾ ഏതിൽ നിന്നായിരിക്കും എടുക്കുന്നുണ്ടാവുക? വൂൾ എടുക്കുന്നത് ഷീപ്പിൽ നിന്നാണ്. ജൂട്ട് എടുക്കുന്നത് ഏതിൽ നിന്നാണ്? ജൂട്ട് പ്ലാന്റിൽ നിന്നാണ്. അപ്പോൾ സിൽക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, സിൽക്ക് വേം ആണെന്ന്. കോട്ടൺ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, കോട്ടൺ പ്ലാന്റ് ആണെന്ന് കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.